എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ പാടൂർ സുബ്രഹ്മണ്യ ശാസ്ത്രികൾ, ഗുരുവായൂരിലെ ജ്യോതിഷനാണ്. ഇന്ന് നാം വിവരിക്കാൻ പോകുന്നത് ഈ രാഹുകേതുക്കളുടെ മാറ്റങ്ങൾ കൊണ്ട് ഇടവരാശി അല്ലെങ്കിൽ ഇടവക്കൂറ് അല്ലെങ്കിൽ ഋഷഭരാശി എന്ന കൂട്ടർക്ക്, അതായത് കാർത്തിക മുക്കാലും രോഹിണയും മകീരത്തരയും ഇടവക്കൂറ് എന്നാണ് പറയുക. കാർത്തികയിലെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചിട്ടുള്ളവരും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരും മകീരം നക്ഷത്രത്തിലെ 1, 2 പാദങ്ങളിൽ ജനിച്ചവരുമായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് ഈ രാഹുകേതുക്കളുടെ മാറ്റം 23/9/2020 മുതൽ 1.5 വർഷത്തിലേക്കാണ്. ഇത് അനുകൂലമാണോ എന്നാണ് നോക്കുന്നത്. മന്ത്രേശ്വര ആചാര്യൻ പറയുന്നത് ദേഹക്ഷയം, ദേഹത്തിന് ക്ഷയമുണ്ടാവുക. അപ്പോൾ ദേഹ ആരോഗ്യ നിമിത്തമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കുക, ദേഹ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചിന്തകൾ കൂടുക, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സംഭോഗ ആസക്തിയും കൊണ്ട് ധാതുക്ഷയമുണ്ടായി ദേഹക്ഷയമുണ്ടാവുക, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ലഗ്നത്തിൽ രാഹുവും, അതായത് ചന്ദ്രലഗ്നത്തിലാണ് പറയുന്നത്, ചന്ദ്രന്റെ 7ാം വീട്ടിൽ കേതുവും കൂടി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ദോഷമായിട്ടുള്ള ഒരു സമയമാണ്. എന്നിരിക്കലും വരുന്ന ഗുരുവിന്റെ ഗോചര കാലം ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ട് ഗുരുവിന്റെ മാറ്റം ഇപ്പോൾ നിൽക്കുന്ന ധനുസിൽ നിന്ന് മകരത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തമിഴിൽ പറയും ഗുരു പാർത്താൽ കോടി നന്മൈ. അപ്പോൾ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ഭാവത്തിന് പുഷ്ടി ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ട് ആയുസ് കൂടാനുള്ള സാധ്യതകൾ, ആരോഗ്യക്ഷയം നിവൃത്തിയാവാനുള്ള സാധ്യതകൾ, മൂർത്തി കീർത്തി സ്ഥിതിഷ്ഠ എന്നാണ് സോഷ്യൽ സ്റ്റാറ്റസ് ഡെവലപ്പ് ആവാനുള്ള സാധ്യതകൾ, കുടുംബസൗഖ്യം കൂടുതലാവാനുള്ള സാധ്യതകൾ, ഇതെല്ലാം ഈ ഗുരുവിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കാം. എന്നിരിക്കലും ദേഹക്ഷയം എന്ന് ആചാര്യൻ എടുത്തു പറഞ്ഞതുകൊണ്ട് ദേഹാരോഗ്യ വ്യവസ്ഥിതികൾ വളരെ വ്യക്തമായി പരിപാലിക്കേണ്ടതാണ്. ഇപ്പോൾ പറയാൻ പോയി കഴിഞ്ഞാൽ സമയം മോശമായിട്ടുള്ളൊരു സമയമാണ്. ഈ പാൻഡമിക് ആയിട്ടുള്ള എപ്പിഡമിക്സ്, പകർച്ചവ്യാധികൾ ഉള്ള സമയമാണ്. അതുകൊണ്ട് ഈ അബദ്ധങ്ങളിലൊന്നും പോയി ചാടരുത്. അതുമല്ല, ഈ രാശിക്കാർക്ക് മനക്കാരകനായിട്ടുള്ള ചന്ദ്രൻ ഉച്ചനാണ്. ചന്ദ്രമ മനസോ ജാതഃ ചക്ഷോ സൂര്യോ അജായത എന്നാണ്
പുരുഷ സൂക്തത്തിൽ പറയുന്നത്. വിരാട് പുരുഷനായിട്ടുള്ള ജഗദീശ്വരൻ്റെ മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉദിച്ചത്. അതുകൊണ്ട് തന്നെ മനഃക്കാരകനാണ്. അപ്പോൾ മനസ്സിനെ തൻവശത്തിൽ നിർത്താനുള്ള ഒരു ശക്തിയുള്ളവരാണ് ഈ കൂറുകാർ എന്നിരിക്കലും രാഹുഗ്രസ്ത ഇവോടുരാട് എന്നാണ് പറയുന്നത്. രാഹു പിടിച്ച ഉടുരാടായിട്ടുള്ള ചന്ദ്രനെ പോലെ സീതാദേവി പേടിച്ചു രാവണനെ കണ്ട് എന്നൊക്കെയാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ രാഹുവിൻ്റെ കൂടെയുള്ള ചന്ദ്രൻ ദോഷകാരകനാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ടുള്ള സമയം രാമായണപരമായിട്ട് ചെലവാക്കണം. രാശിയുടെ 7ാം വീട്ടിലാണ് കേതു നിൽക്കുന്നത്. ഭാര്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പരമാവധി അവരുമായിട്ട് അനുകൂലതയിൽ പോകണം. വായ നമ്മുടെ വായാണ് എന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നതിൽ മിതത്വം വേണം. വായ 2 കാര്യത്തിനാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് സംസാരിക്കാനും, ഒന്ന് ആഹാരം കഴിക്കാനും. ആഹാര ശുദ്ധവും സത്വശുദ്ധി എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൽ മിതത്വം പാലിക്കുക. അതുപോലെ ശുചിത്വം പാലിക്കുക. ഭാര്യ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ബിസിനസ് പരമായിട്ടാവാം, അവരുമായിട്ടും ഒരു ചെറിയ അകലം പാലിക്കുക. അല്ലെങ്കിൽ അവർക്കുള്ളതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കാലം പൊതുവെ നന്നായിരിക്കും. സൂക്ഷിക്കേണ്ട കാലമാണ്. ദേഹവിനാശ കാരണഭൂതമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ചര്യകളും ഉപേക്ഷിക്കണം. ആഹാരക്രമങ്ങളിൽ മിതത്വം പാലിക്കണം. ശനി ഒമ്പതിലാണ് നിൽക്കുന്നത്. അവിടെ ഗുരുവിൻ്റെ കോമ്പിനേഷൻ കൂടെ യോഗവും കൂടെ ഉള്ള സമയമാണ്. ശനി അവിടെ നിന്നുകൊണ്ട് തൻ്റെ 3ാം ദൃഷ്ടി കൊണ്ട് രാശിയുടെ 11ലേക്ക് ലാഭത്തിലേക്ക് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോട്ടറി, ബ്രോക്കിംഗ് ബിസിനസ്, ബ്രോക്കറേജ് എന്നൊക്കെ പറയുമല്ലോ, അത് ഷെയർ ബിസിനസ്, ഇതിലൊക്കെ ലാഭം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതായിട്ടുള്ള ധനാഗമം ഉണ്ടായാൽ ഞങ്ങളെപ്പോലെയുള്ള വേദ പാരംഗതന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. അത് വേദ പാഠശാലയുടെ നടത്തിപ്പിന് ഉതകും. അതുമൂലം വേദപുരുഷന്മാരായിട്ടുള്ള ജനങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. കുടുംബത്തിന് സൗഖ്യങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും ഋഷഭരാശി ഇടവക്കൂറ്
കാർത്തിക 2, 3, 4 പാദം, രോഹിണി 1, 2, 3, 4 പാദം, മകീരം 1, 2 പാദം ജനിച്ചിട്ടുള്ള ഇടവക്കൂറുകാർക്ക് ഈ രാഹുകേതുക്കളുടെ മാറ്റം അനുകൂലമാവുവാനായിട്ട് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ ഞാൻ കൃതാർത്ഥനായി. നമസ്കാരം.